വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. പിന്നീട് ഒരിക്കൽ യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. യേശു കൈകൾ നീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. യേശു അവനോട് പറഞ്ഞു, ഇക്കാര്യം നീ ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാക്കി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, വലിയ നൊയമ്പിലെ 2ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഗർഭോ ഞായർ എന്നാണ് ഇത് വിളിക്കപ്പെടുന്നത്. ഒരു കുഷ്ഠരോഗിയാണ് നമ്മുടെ ചിന്താ വിഷയം. യേശു തമ്പുരാൻ തന്നെ പരസ്യജീവിതം ആരംഭിച്ചു ഏതാനും നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഒരു കുഷ്ഠരോഗി യേശുവിനെ സമീപിച്ച് അവനോട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്ന് ആവശ്യപ്പെടുന്നതും അവനെ സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കുന്നതും കാണാം. യേശു കൈകൾ നീട്ടി അവനെ തൊട്ടിട്ടവനോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക. അവൻ പൂർണ്ണ സൗഖ്യമുള്ളവനായി തീർന്നു. കർത്താവിനോട് വിലക്ക് കൊടുത്തു, നീ ആരോടും പറയരുത്. എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുകയും അവർ നിർദ്ദേശിച്ചിരിക്കുന്ന ബലികൾ, ശുദ്ധീകരണത്തിനുള്ള ബലികൾ സമർപ്പിക്കുകയും ചെയ്യുക എന്നാവശ്യപ്പെട്ടു. നമുക്കറിയാം, കുഷ്ഠം എന്ന് പറയുന്നത് എല്ലാ കാലത്തും എല്ലാവരും വെറുത്തിരുന്ന ഒരു രോഗമാണ്. ഈ രോഗത്തിന് 3 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, മനുഷ്യൻ്റെ സ്പർശന ശക്തി നഷ്ടപ്പെടും. അത് കുഷ്ഠമാണോ എന്ന് അറിയപ്പെടുന്നത് അങ്ങനെയാണ്. സൂചി കൊണ്ടോ എന്തെങ്കിലും കുത്തി നോക്കിയാൽ അവിടെ സ്പർശന ശക്തി ഉണ്ടാകത്തില്ല. ഒരു വെളുത്ത പാണ്ടോ ഒരു ചുമന്ന പാണ്ടോ ഒക്കെ നമ്മുടെ ശരീരത്തിലുണ്ടായാൽ സ്പർശന ശക്തി ഇല്ലെങ്കിൽ, വേദനയില്ലെങ്കിൽ അത് കുഷ്ഠമാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ കുഷ്ഠം എന്ന രോഗം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒന്നാമത്തെ പ്രയാസം, നമ്മളുടെ സ്പർശന ശക്തി നമുക്ക് നഷ്ടപ്പെടും. രണ്ടാമത്തെ പ്രശ്നം, ഇത് നമ്മുടെ ശരീരത്തിൽ തന്നെ പകരുകയും നമ്മുടെ ശരീരത്തെ വികൃതമാക്കുകയും ചെയ്യും. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് പടരും. കണ്ണുകളൊക്കെ കുഴിയും, ചെറികളൊക്കെ മലർക്കും. അങ്ങനെ വികൃതമായ ഒരു രൂപത്തിലേക്ക് ശരീരത്തിൻ്റെ കൈകാലുകളൊക്കെ വികൃതമാകും. കൈയുടെയും കാലിൻ്റെയൊക്കെ വിരലുകൾ ഇറുന്നു പോകും. പ്രാകൃതമായ ഒരു രൂപത്തിലേക്ക് അത് മാറും. മൂന്നാമത്തെ ഒരു പ്രത്യേകത, ഇത് മറ്റുള്ളവരേക്ക് പകരും. കുഷ്ഠം ഒരു പകരുന്ന രോഗമാണ്. അതുകൊണ്ട് കുഷ്ഠരോഗികൾ വീട്ടിൽ താമസിക്കാനോ സമൂഹത്തിൽ താമസിക്കുവാനോ സമൂഹങ്ങളിൽ ഇടപെടുവാനോ ഒന്നും ആരും അനുവദിച്ചിരുന്നില്ല. യഹൂദന്മാരുടെ ഇടയിൽ ഇത് വളരെ കർക്കശമായിട്ട് അവർ നോക്കിയിരുന്നു. കുഷ്ഠരോഗിയാണോ അവനെ ഭവനത്തിൽ നിന്നും നാട്ടിൽ നിന്നും അകറ്റി അവൻ ശ്മശാനത്തിൽ ജീവിക്കണം. ഇതാണ് കുഷ്ഠരോഗിയുടെ അവസ്ഥ. ഇങ്ങനൊരു കുഷ്ഠരോഗിയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. ഈ നൊയമ്പ് കാലത്ത് കർത്താവ് നമ്മുടെ മുമ്പിൽ കുഷ്ഠരോഗിയെ അവതരിപ്പിക്കുന്നതിന് പ്രത്യേക കാരണം, ഈ കുഷ്ഠം ഒരു രോഗമാണ് എന്നതുപോലെ തന്നെ പാപം ഒരു രോഗമാണ്. മനുഷ്യൻ പാപത്തിന് അടിമയാകുന്നു. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം എടുത്ത് പരിശോധിച്ച് നോക്കുകയും, മനുഷ്യൻ പാപം ചെയ്തു, അവർക്ക് പാപബോധം ഉണ്ടായിരുന്നില്ല. ശമൂവേലിന്റെ പുസ്തകത്തിൽ ദാവീദ് വലിയ 2 പാപങ്ങൾ ചെയ്തു, അവന് പാപബോധം ഉണ്ടായിരുന്നില്ല. നാഥാൻ എന്ന പ്രവാചകൻ വന്ന് വളരെ വിചിത്രമായൊരു കഥ അവന് മുമ്പിൽ അവതരിപ്പിച്ചപ്പോഴാണ് ദാവീദിന് പാപത്തെക്കുറിച്ച് ബോധ്യമെങ്കിലും ഉണ്ടായത്. താൻ ചെയ്ത വലിയ പാപമാണ്, അപരാധമാണ്, ദൈവമുമ്പാകെ ശിക്ഷാർഹമാണെന്നൊക്കെ ചിന്തിച്ചത് നാഥാൻ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നപ്പോഴാണ്. മദർ തെരേസ വളരെ സങ്കടത്തോടെ പറയുമായിരുന്നു, ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രയാസം, പ്രശ്നം ദാരിദ്ര്യവും പട്ടിണിയൊന്നുമല്ല,
പാപബോധമില്ലായ്മയാണ്. മനുഷ്യൻ എന്ത് പാപവും ചെയ്യും. കള്ളത്തരങ്ങൾ കാണിക്കും, കാപട്യങ്ങൾ കാണിക്കും, വഞ്ചന കാണിക്കും, കൊള്ള നടത്തും, കൊലപാതകം നടത്തും, വ്യഭിചാരം നടത്തും, മോഷണം നടത്തും, മദ്യം കുടിക്കും, മദ്യം വിൽക്കും, മയക്കുമരുന്ന്. ഇന്നത്തെ ലോകത്തിലെ വലിയ വിപത്താണ്. പക്ഷെ ഒരു മനുഷ്യനും ഇത് കൊടുക്കുന്നവനും ചിന്തിക്കുന്നില്ല, വിൽക്കുന്നവനും ചിന്തിക്കുന്നില്ല, കഴിക്കുന്നവനും ചിന്തിക്കുന്നില്ല, ഉണ്ടാക്കുന്നവനും ചിന്തിക്കുന്നില്ല. ഇത് വലിയൊരു പാപമാണ്. കുഷ്ഠത്തെ പോലെയാണ്. സ്പർശനശക്തി നഷ്ടപ്പെട്ടു പോകും, ചിന്താശക്തി നഷ്ടപ്പെട്ടു പോകും, ബോധങ്ങൾ നഷ്ടപ്പെട്ടു പോകും, ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും, മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. പാപം ചെയ്യുന്നവൻ പിന്നെയും 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 പാപങ്ങൾ ജീവിക്കുന്നു. പാപത്തിന്റെ ദുർബോധത്തിൽ അവൻ ജീവിക്കുന്നു. കള്ളം പറയുന്നവൻ പിന്നെയും പിന്നെയും കള്ളം പറയുന്നു, മോഷ്ടിക്കുന്നവൻ പിന്നെയും പിന്നെയും മോഷ്ടിക്കുന്നു, വ്യഭിചാരം ചെയ്യുന്നവൻ പിന്നെയും പിന്നെയും വ്യഭിചാരം ചെയ്യുന്നു. ഇതൊരു പാപമാണെന്നൊരു ബോധ്യം അവർക്കില്ല. എന്നാൽ ഇവിടെ ഒരു കുഷ്ഠരോഗി, അവന് ബോധ്യങ്ങളുണ്ടായി. മുടിയനായ പുത്രൻ പറഞ്ഞതുപോലെ, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ഞാനിവിടെ പട്ടിണി കിടക്കുകയാണ്, പന്നിക്കൂട്ടിൽ കിടക്കുകയാണ്. അവന് സുബോധം വന്നു. ഇതുപോലെ എനിക്ക് കുഷ്ഠരോഗി സുബോധം വന്നു. അവനും ബോധ്യമായി, ഞാനൊരു കുഷ്ഠരോഗിയാണ്, എനിക്ക് സൗഖ്യം വേണം. എൻ്റെ സൗഖ്യം തരാൻ കഴിവുള്ളവൻ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നവൻ മനുഷ്യനായി. ലോകത്തിൽ ആർക്കും എൻ്റെ ഈ രോഗത്തിൽ എനിക്ക് സൗഖ്യം നൽകാൻ സാധിക്കത്തില്ല. കുഷ്ഠരോഗി എന്ത് ചെയ്തു? പ്രതിബന്ധങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കളഞ്ഞു, നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കളഞ്ഞു. മനുഷ്യരെയോ ലോകത്തെയോ നിയമങ്ങളെയോ ഒന്നും അവൻ ഭയപ്പെട്ടില്ല. അവൻ യേശുവിന്റെ അടുക്കലേക്ക് വന്നു, സാഷ്ടാംഗം പ്രണമിച്ച് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. പ്രിയ സഹോദരങ്ങളെ, ഓരോ പാപിയും ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്. ഈ നൊയിമ്പ് കാലം പശ്ചാത്താപത്തിന്റെ കാലമാണ്, അനുതാപത്തിന്റെ കാലമാണ്, മാനസാന്തരത്തിന്റെ കാലമാണ്. എന്നെ പുതിയ സൃഷ്ടിയാക്കുവാൻ, എൻ്റെ കുഷ്ഠത്തിൽ നിന്നും എനിക്ക് സൗഖ്യം നൽകുവാൻ കഴിവുള്ളവൻ യേശു മാത്രമാണ്. ഇവിടെ കുമ്പസാരക്കൂട് അതിനുള്ള ഏറ്റവും വിശുദ്ധമായ സ്ഥലമാണ്. വളരെ നല്ല ഒരുക്കത്തോടെ, പ്രാർത്ഥനയോടെ, അനുതാപത്തോടെ, മനസ്താപത്തോടെ, കണ്ണുനീരോടെ ആ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തുവാൻ നമുക്ക് സാധിക്കണം. കർത്താവ് നമ്മുടെ എല്ലാം കൈകൾ നീട്ടി നമ്മളെ തൊട്ട് നമ്മളെ ശുദ്ധീകരിക്കും. എല്ലാ പാപങ്ങൾക്കും മോചനം നൽകുവാൻ അവന് സാധിക്കും. നമുക്കറിയാം, പാപം അവനെ വികൃതനാക്കും, ഭയമുള്ളവനായി തീരും, മറ്റുള്ളവരിൽ നിന്ന് അവൻ അകലും. പാപം ചെയ്യുന്നവൻ മറ്റുള്ളവരുടെ മുമ്പിൽ നികൃഷ്ടനാണ്. പിടിക്കപ്പെട്ടാൽ, ഒരു കള്ളൻ പിടിക്കപ്പെട്ടാൽ, ഒരു വ്യഭിചാരൻ പിടിക്കപ്പെട്ടാൽ, ഒരു മോഷ്ടാവ് പിടിക്കപ്പെട്ടാൽ, ഒരു കൊലപാതകി പിടിക്കപ്പെട്ടാൽ നമ്മൾ ആലോചിച്ച് നോക്കുകയും, എന്തായിരിക്കും സമൂഹത്തിലെ അവരുടെ സ്ഥാനം? എന്തായിരിക്കും ഒരു സമൂഹത്തിലെ ആജീവനാന്തം? കൊലയാളിയാണ്, മോഷ്ടാവാണ്, പാപത്തിൽ ജീവിക്കുന്നവൻ പാപിയാണ്. കുടുംബങ്ങൾ തകർന്നു പോകും, തരിപ്പണമായി പോകും. നാം ഓർക്കണം, ഏത് നിമിഷത്തിൽ നാം പിടിക്കപ്പെടാം. കർത്താവിന്റെ കരം മാറ്റിയാൽ മനുഷ്യരുടെ മുമ്പിൽ നാം, എല്ലാവരുടെയും മുമ്പിൽ നാം കാണപ്പെടുന്നവരായി തീരും. അതുകൊണ്ട് തമ്പുരാൻ നമ്മളെ കരുതുന്നതുകൊണ്ട് മാത്രമാണ് ഈ പാപത്തിൽ നമ്മൾ പ്രദർശിപ്പിക്കപ്പെടാത്തത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. പാപത്തിനുള്ള മൂന്നാമത്തെ പ്രത്യേകത തന്നെയാണ്, കുഷ്ഠം പോലെ തന്നെയാണ്. ഒരു പാപി മറ്റുള്ളവരെ കൂട്ടുപിടിക്കും പാപം ചെയ്യാൻ. മദ്യപിക്കുന്നവൻ കൂട്ടുകാരെ കണ്ടെത്തും മദ്യപിക്കുവാൻ, കഞ്ചാവ് വലിക്കുന്നവൻ കൂട്ടുകാരെ കണ്ടെത്തും മദ്യപിക്കുവാൻ, അല്ലെങ്കിൽ ലഹരി വലിക്കുവാൻ. അങ്ങനെ എല്ലാ പാപത്തിനും കൂടുവാൻ, മറ്റുള്ളവരിലേക്ക് ഇത് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. ഇതിനൊക്കെയാണ് മാറ്റം സംഭവിക്കേണ്ടത്. പാപത്തിൽ നിന്നും പരിപൂർണമായ ഒരു വിടുതലാണ് നമുക്ക് ആവശ്യം. പാപം ക്ഷമിച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കിട്ടണമെങ്കിൽ തമ്പുരാന് മുൻപിലേക്ക് നാം ചെല്ലണം, സാഷ്ടാംഗം വീഴണം, അവനോട് പറയണം, ഞാൻ പാപിയാണ്, ഞാൻ മഹാപാപിയാണ്, എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തരണമേ എന്ന് പറയുവാൻ എനിക്ക് സാധിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ നൊയമ്പ് കാലം ആത്മശോധനയുടെ കാലമാണ്. വിചാരം കൊണ്ടോ, വാക്കുകൊണ്ടോ, പ്രവൃത്തി കൊണ്ടോ, ജീവിതത്തിൽ ഉപേക്ഷ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രമാണങ്ങൾക്കെതിരായി, 10 പ്രമാണങ്ങൾക്കെതിരായി, സഭയുടെ 5 പ്രമാണങ്ങൾക്കെതിരായി, അഹങ്കാരം, സ്വാർത്ഥ, നിഗളം, കോപം എന്നിവയ്ക്കെതിരായി, മൂലപാപങ്ങൾക്കെതിരായി എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് അനുദപിച്ച് കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറയുവാനും പാപമോചനം പ്രാപിക്കുവാനും നമുക്ക് സാധിക്കണം. പാപം മോചിച്ച് കിട്ടിയാൽ നമുക്കുണ്ടാകുന്ന ഒരു ആശ്വാസമുണ്ട്, ഒരു സന്തോഷമുണ്ട്. മുടിയനായ പുത്രൻ അപ്പൻ്റെ അടുക്കിലേക്ക് വന്നു. അവന് മുഴുവൻ പറയാൻ അപ്പൻ അനുവദിച്ചില്ല. അപ്പാ, നിനക്കെതിരായി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, സ്വർഗത്തിനെതിരായി പാപം ചെയ്തു. അപ്പ അവനെ വാരി പുണരുകയാണ്. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് തെരുതിരാ ചുംബിച്ച്
അവനുവേണ്ടി പുതുവസ്ത്രങ്ങൾ കൊടുത്ത്, ചെരുപ്പ് കൊടുത്ത്, കൈകളിൽ മോതിരം കൊടുത്ത്, വലിയ വസ്ത്രങ്ങൾ നൽകി വലിയ സദ്യ ഒരുക്കുന്ന ഒരു അപ്പനെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. പാപം മോചിച്ച് കിട്ടിയവന്റെ അവസ്ഥ ഇതാണ്. അവനെ ദൈവം വലിയ ആഘോഷമായി ദൈവത്തിന്റെ മാറിലേക്ക് സ്വീകരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ പോയി നിന്നെ തന്നെ പുരോഹിതന്മാർ കാണിച്ചു കൊടുക്കണം. ദൈവം നൽകിയ സംവിധാനമാണ് സഭയും പുരോഹിതന്മാരും. അവരാണ് നമ്മുടെ പാപങ്ങൾ മോചിച്ചു എന്ന് നമ്മളോട് പറയേണ്ടത്. അവരാണ് നമ്മൾ ശുദ്ധിയുള്ളവരാണെന്ന് പറയേണ്ടത്. ദൈവത്തിന് വേണ്ടി നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നതും നമ്മളെ ശുദ്ധിയുള്ളവരാക്കുന്നവനും നമ്മളെ പുതിയ സൃഷ്ടികളാക്കുന്നതും പുരോഹിതന്മാരാണ്. അവരുടെ മുൻപിൽ വേണം നമ്മൾ മുട്ടുകുത്തുവാൻ, അവരുടെ മുൻപിൽ വേണം നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുവാൻ, അവരിൽ നിന്ന് വേണം നമ്മൾ ആശീർവാദം സ്വീകരിച്ച് പാപമോചനം പ്രാപിക്കുവാൻ. അവരെ കൂടാതെ ഈ ലോകത്തിൽ ആർക്കും നമുക്ക് പാപമോചനം തരുവാനായിട്ട് സാധിക്കത്തില്ല. സഭ അവർക്കാണ് കെട്ടുവാനും അഴിക്കുവാനുള്ള അധികാരം നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഭൂമിയിൽ ആരുടെ പാപങ്ങൾ മോചിച്ചാലും അവ മോചിക്കപ്പെടും, ആരുടെ പാപങ്ങൾ ബന്ധിച്ചാലും അവ ബന്ധിക്കപ്പെടുമെന്ന് കർത്താവ് നമ്മോട് നൽകുന്നു. മത്തായിയുടെ സുവിശേഷത്തിന്റെ 16-ാം അധ്യായത്തിലും 18-ാം അധ്യായത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 20-ാം അധ്യായത്തിലും നമുക്കത് വായിക്കുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവിൻ, ആരുടെ പാപങ്ങൾ മോചിച്ചാലും അവ മോചിക്കപ്പെടുമെന്ന് വാഗ്ദാനം കാണാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ നൊയമ്പ് കാലം പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുവാൻ, ഞാൻ പാപിയാണ്, ഞാൻ മഹാപാപിയാണെന്ന് പറയുവാൻ, ദാവീദിനെ പോലെ വസ്ത്രങ്ങൾ വലിച്ചു കീറി ചാക്കലും ചാരത്തിലും ദൈവത്തിന് മുമ്പിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്കിടയാകട്ടെ. ദൈവമേ, നിന്റെ ദൈവം പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, എന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ അനുതാപ ചിന്തകൾ കടന്നു വരട്ടെ. എല്ലാ പാപങ്ങളെയും കണ്ടുപിടിക്കുവാനും എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കുവാനും കുഷ്ഠരോഗിയെ പോലെ ശുദ്ധമുള്ള ഒരു ശരീരത്തിന്റെ ഉടമയായതുപോലെ ശുദ്ധമുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയായി തീരുവാൻ എനിക്ക് നിങ്ങൾക്ക് ഇവിടെയാകട്ടെ. സർവശക്തനായ ദൈവം ഇതിന്റെ ആശീർവാദം വഴി നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.